ഇത് നമ്മുടെ 6 മലബാർ സ്നേക്ക് ഹെഡുകൾ കിടക്കുന്ന ടാങ്കാണ്. ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് ഞാൻ പറയാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അസോള നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഫീഡിങ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മഴ തുടങ്ങുന്നതിന് മുമ്പാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനകത്ത് നല്ല രീതിയിൽ തിക്കായിട്ട് നമ്മുടെ അസോള ഫുള്ളായിട്ട് കവർ ചെയ്ത് കിടപ്പുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അസോളയുടെ ആ ഒരു ഗ്രോത്ത് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. കുറേ സ്ഥലങ്ങളിൽ കണ്ടില്ലേ ഗ്യാപ്പാണ്. കുറേയൊക്കെ എങ്ങനെയോ അത് എനിക്ക് തോന്നുന്നു അത് ഗ്രോത്ത് ഇല്ലാതെ പോയതോ അതോ നശിച്ചു പോയതാണോ നമുക്ക് അറിഞ്ഞുകൂടാ. ലൈറ്റ് കുറഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു. അതായത് മഴ തുടങ്ങിയ സമയത്ത് സൺലൈറ്റ് വല്ലാതെ കുറഞ്ഞു പോയി, അതുപോലെ ടെമ്പറേച്ചറും കുറഞ്ഞു. അപ്പോൾ അതാണ് ഇതിൻ്റെ ഗ്രോത്തിന് പ്രശ്നം വന്നിട്ടുള്ളത്. ഇത് ഇനി ഈ ഒരു സീസൺ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഈ മഴക്കാലം ഇതേപോലെ തന്നെയായിരിക്കും, അതായത് സൺലൈറ്റ് കുറവായിരിക്കും, ടെമ്പറേച്ചറും കുറവായിരിക്കും. അപ്പോൾ ഇത് മുഴുവനായിട്ട് നശിച്ചു പോകുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല, കാരണം സൺലൈറ്റും കുറവാണ്, അതുപോലെ ടെമ്പറേച്ചറും കുറവാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇതിന് വളരാൻ സാധിക്കില്ല എങ്കിൽ ഇത് മിക്കവാറും കണ്ടില്ലേ, ഇതൊക്കെ ഫുള്ള് ഗ്യാപ്പായിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്നൊക്കെ എവിടേക്ക് പോയെന്ന് നമുക്കറിയില്ല. അത് ചിലപ്പോൾ ലൈറ്റും ടെമ്പറേച്ചറും കുറഞ്ഞതുകൊണ്ട് അത് ചിലപ്പോൾ നശിച്ചു പോയതായിരിക്കാം. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഇത് ഈ ഒരു സീസൺ കഴിയണ വരെ നിൽക്കുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ചിലപ്പോൾ മുഴുവനായിട്ട് പോവുമായിരിക്കും. ഇപ്പോൾ ഇതിനകത്ത് ഗ്യാപ്പ് കണ്ടില്ലേ, ആ ഗ്യാപ്പിലൊക്കെ കാണുന്ന ആ ഒരു വെള്ളം ആൽഗെ വാട്ടറാണ്. ഇപ്പോൾ ആൽഗെ വാട്ടർ ആയതുകൊണ്ടല്ല ഇത് നശിച്ചു പോയത്. സാധാരണ ചെടികളൊക്കെ ആൽഗെ വാട്ടറിൽ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നശിച്ചു പോകും. പക്ഷേ ഇത് നശിച്ചു പോയിട്ടുണ്ടായിരുന്നില്ല. സമ്മർ സീസണിൽ നല്ല രീതിയിൽ ആൽഗെ വളരും. അപ്പോൾ ആൽഗെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. എന്നിട്ടും ഈ അസോളയ്ക്ക് മാത്രമാണ് ഒരു പ്രശ്നവും പറ്റാതിരുന്നത്. കാരണം ഇതിനകത്ത് കുറച്ച് ഡക്ക് വീഡ് ഉണ്ടായിരുന്നു, വാട്ടർ ക്യാബേജ് ഉണ്ടായിരുന്നു. അതൊക്കെ ആൽഗെ ഉള്ളതുകൊണ്ട് നശിച്ചു പോയി. പക്ഷേ അസോള മാത്രം നല്ല തിക്ക് ലെയറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ആൽഗെ അതിനെ തീരെ ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു സീസൺ മാറിയതുകൊണ്ടാണ് ഇതിൻ്റെ ഗ്രോത്തിനെ ബാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഞാനിത് തുറന്നത് ഈ ഒരു അപ്ഡേറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ കുറച്ച് നേരം മുമ്പ് നമ്മുടെ മലബാർ സ്നേക്ക് ഹെഡുകൾക്ക് ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചിക്കനാണ് ഫീഡ് ചെയ്തത്. ലാസ്റ്റ് ഫീഡിങ് വീഡിയോ ഞാൻ ചെയ്ത സമയത്ത് നമ്മൾ ചെമ്മീനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഒരു ഈർക്കിലിയുമൊക്കെ കൊത്തി അതിൻ്റെ സ്ട്രൈക്കിംഗ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവരെ നമുക്ക് കാണാൻ പറ്റാത്തത് കൊണ്ട്. അപ്പോൾ നമ്മൾ ഈർക്കിലിയിലൊക്കെ കുത്തി കാണിച്ച് ഒന്ന് അടുത്തേക്ക് കൊണ്ടുവന്നാൽ ഇവർ സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ ആ സ്ട്രൈക്കിംഗ് ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ചിക്കനാണ് ഫീഡ് ചെയ്തത്. കാരണം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഈ ഒരു ചെമ്മീൻ മൊത്തമായിട്ട് കഴിഞ്ഞു. ബാക്കി നമ്മൾ ചിക്കനാണ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം വെച്ചത് ആദ്യം യൂസ് ചെയ്ത് തീർക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇനി 2 ബോക്സ് ചിക്കൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇനി നമ്മൾ വേറെ എന്തെങ്കിലും, ഇപ്പോൾ ചിക്കൻ ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ചെമ്മീനായിരിക്കും നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഇപ്പോൾ മഴക്കാലമാണ്, നമുക്ക് അഡീഷണലായിട്ട് മണ്ണിരകളെ കിട്ടും. അപ്പോൾ അതും നമ്മൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവർക്ക് ഫീഡ് ചെയ്യുന്നുണ്ട്. ഇവർക്ക് ആദ്യമായിട്ടാണ് നമ്മൾ മണ്ണിരകളെ ഫീഡ് ചെയ്യാനായിട്ട് പോണത്. പക്ഷേ നമ്മൾ ജയൻറ്റ് ഗൗരാമികൾക്കൊക്കെ കഴിഞ്ഞ മഴയിലൊക്കെ നമ്മൾ ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ അവർ കഴിക്കും. പിന്നെ ഡൈജസ്റ്റ് ആവാനും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. ചെമ്മീനാണെങ്കിൽ കുഴപ്പമില്ല, ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ഡൈജസ്റ്റീവ് പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു പരിധി കൂടുതലൊന്നും നമ്മൾ ഇവർക്ക് കൊടുക്കരുത്. അപ്പോൾ ഇന്ന് കുറച്ച് നേരം മുമ്പാണ് ഞാൻ ഫീഡ് ചെയ്തത്. മഴ പെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കയ്യിൽ നമ്മൾ ബോക്സ് പിടിച്ചിട്ടാണ് ഓരോ പീസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ക്യാമറ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നമ്മൾ അടുത്ത ഫീഡിങ് വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണിക്കാം. കാരണം നമ്മൾ കാണിക്കാമെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അസോള കുറേയൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം, അത് വെള്ളം കാണാൻ പറ്റുന്നുണ്ട്. മുമ്പ് അസോള ആയതുകൊണ്ട് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല, വെള്ളവും കാണില്ല, ഇവരെയും കാണില്ല. നമ്മൾ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ടാണ് അവർക്ക് ഫീഡ് ചെയ്തിരുന്നത്, ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അസോള മാറ്റിയിട്ട്. ഇപ്പോൾ നമുക്ക് വെള്ളം കാണാൻ പറ്റുന്നുണ്ട്, ആൽഗെ വാട്ടർ ആണെങ്കിലും. അപ്പോൾ ഇന്ന് ഫീഡ് ചെയ്ത സമയത്ത് എനിക്ക് സ്നേക്ക് ഹെഡുകളെ കാണാൻ പറ്റി. ഇതേവരെ നമ്മൾ ഇട്ടതിന് ശേഷം ഇവരെ ഞാൻ കണ്ടിട്ടില്ല സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. കാരണം വെള്ളം ആൽഗയായിരുന്നു, പിന്നെ ഫുള്ളായിട്ട് അസോള കവർ ചെയ്ത് കിടക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അടിയിൽ ഇവരിങ്ങനെ മൂവ് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റി. അപ്പോൾ നമ്മൾ ഇട്ടതിനേക്കാളും ഇവർ കുറച്ച് വലുതായിട്ടുണ്ട്. പക്ഷേ വലിയൊരു സൈസൊന്നും ആയിട്ടില്ല. കാരണം സ്നേക്ക് ഹെഡുകൾ അങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് വളരുന്ന മീനുകളല്ല. എങ്കിലും ഫീഡിംഗ് ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവർ ഗ്രോ ചെയ്യും. അപ്പോൾ ഇവർ ഈ ആൽഗെ വാട്ടറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നടക്കുന്നത് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. കാരണം ഞാൻ ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് താഴുമ്പോഴേക്കും സ്ട്രൈക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവർ മൂവ് ചെയ്ത് പോകുന്നതും കാണാൻ പറ്റുന്നുണ്ട്. കാരണം മുകളിൽ നിന്ന് ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് എനിക്ക് അടിത്തട്ടിലേക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ടാർപോളിൻ്റെ ആ ഒരു നീല കളർ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ക്യാമറയിൽ നമ്മൾ എടുക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. കാരണം വെള്ളവും പച്ചയാണ്, അവരുടെ കളറും അവരുടെ ഒരു ടോപ്പിലെ കളർ എന്ന് പറയുന്നത് അതിനോട് സ്യൂട്ടാവുന്നൊരു കളറാണ്. അതുകൊണ്ട് ക്യാമറയിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇവരെ ഇനി നമുക്ക് ക്ലിയർ ആയിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും വാട്ടർ ചേഞ്ചോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണിക്കാനായിട്ട് പറ്റും. വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് വെള്ളത്തിൽ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരെ കാണാം. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് വാട്ടർ ചേഞ്ച് ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വെള്ളം റീസൈക്കിൾ ആവുന്നുണ്ട്. പിന്നെ ആംഗിളിൽ നിങ്ങൾക്ക് കാണാം, നമ്മൾ ഓവർഫ്ലോ സൈഫൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. മഴ പെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ കണ്ടില്ലേ. ആ മഴ പെയ്യുന്നത് ഈ ഒരു ഏരിയയിലാണ്, അപ്പുറത്തെ സൈഡിലേക്ക് വരും. കാരണം സൺഷെയ്ഡിൻ്റെ അടിഭാഗത്തായതുകൊണ്ടാണ് ആ ഒരു ഹാഫിലേക്ക് മഴ വീഴുന്നില്ല. ഈ ഒരു ഏരിയയിലാണ് മഴ വീഴുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ പെയ്താൽ തന്നെ ഈ ഒരു ടാങ്ക് നിറയുന്നുണ്ട്. നിറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കയറുന്നുണ്ട്. അപ്പോൾ സൈഫൺ ഉള്ളത് കൊണ്ട് വെള്ളം ആ കറക്റ്റ് ലെവലിൽ തന്നെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് 6 സ്നേക്ക് ഹെഡുകൾ മാത്രമല്ല, നമ്മുടെ ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകൾ ഒരു 8 എണ്ണം കിടക്കുന്നുണ്ട്. അപ്പോൾ അവരെയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. 1-2 എണ്ണം
മൂവ് ചെയ്ത് പോകുന്നത്. കാരണം അവരുടെ കളർ ഗോൾഡൻ യെല്ലോ കളർ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് കുറച്ചൊക്കെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ആരുടെയും കൗണ്ട് നമുക്ക് ഇപ്പോൾ കൃത്യമായിട്ട് അറിയില്ല. നമ്മൾ 6 സ്നേക്ക് ഹെഡുകളെയാണ് ഇതിനകത്ത് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇട്ടിട്ടുള്ളത് 8 ആൽബിനോ സക്കർ കാറ്റ്ഫിഷുകളെയാണ്. അപ്പോൾ ഇവരുടെ ആ കൗണ്ടൊക്കെ അതുപോലെ തന്നെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് കൗണ്ടൊക്കെ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഇനി വാട്ടർ ചേഞ്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് സാധിക്കും. പിന്നെ ഇവിടെ കണ്ടില്ല നിറച്ച് സ്നെയിലുകൾ. ഈ സ്നെയിലുകൾ നമ്മൾ അക്വേറിയം ഷോപ്പിൽ നിന്ന് അസോളയൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് ആ ചെടിയുടെ കൂടെ പറ്റിക്കൂടി വരുന്നതാണ്. ഇത് നമുക്ക് മുമ്പും പല സമയത്ത് ഈ സ്നെയിലുകളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ പെറ്റ് പെരുകും. ഇതിനകത്ത് നിറച്ചെണ്ണമുണ്ട്. പക്ഷെ ഒരു ശല്യമായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇത് അക്വേറിയത്തിലൊക്കെ വന്ന് പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം നിറച്ച് ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള അക്വേറിയങ്ങളിലാണെങ്കിൽ ഇത് പെറ്റ് പെരുകും. പിന്നെ അവരെ ഒഴിവാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഔട്ട്ഡോർ ടാങ്കുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അവരങ്ങനെ ജീവിച്ചു പോയിക്കോളും. ഇതിനകത്തുള്ള ആൽഗയും ഇതുപോലെ ചെടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ അസോളയൊക്കെ ഉണ്ടെങ്കിൽ അവർ കഴിച്ച് അങ്ങ് പൊക്കോളും. പിന്നെ മാത്രമല്ല സക്കർ കാറ്റ്ഫിഷുകളൊക്കെ ഇത്തരത്തിലുള്ള ചെറിയ സ്നെയിലുകളെ കഴിക്കും. അതുപോലെ സ്നേക്ക് ഹെഡുകളും കഴിക്കും. കാരണം ഇത് ചെറിയ സ്നെയിലുകളാണ്, ഇതിൻ്റെ ഷെല്ലൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോവും. അതുകൊണ്ട് ഇവർക്ക് അതൊരു ഫുഡും കൂടിയാണ്. പിന്നെ ഈ സ്നെയിലുകളെ ഞാൻ ഒരു ചെടിച്ചട്ടിയിൽ ഒരു 3-4 എണ്ണത്തിൻ്റെ അടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ. ജസ്റ്റ് ഇതിൻ്റെ ബ്രീഡിങ് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ അക്വേറിയത്തിലൊന്നും ഇട്ട് വളർത്തുന്ന വെറൈറ്റി അല്ല. ഇതേപോലെ നമുക്ക് ചെടികളൊക്കെ വാങ്ങുമ്പോൾ അതുമേ പറ്റി പിടിച്ച് വരുന്നതാണ്. പക്ഷേ ചെറിയ സ്നെയിലാണ്, ചെറിയ വെറൈറ്റിയിൽ പെട്ട ഏതോ ഒരു സ്നെയിലാണ്. ഇതിൻ്റെ പേരും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. പക്ഷേ നമ്മൾ ചെടിച്ചട്ടിയിലിട്ട് ഇതിന് ഫിഷ് ഫുഡൊക്കെ കൊടുത്തപ്പോൾ നല്ല രീതിയിൽ ഇതിൻ്റെ മാക്സിമം സൈസിലായി. വലിയ സൈസൊന്നുമല്ല, ചെറിയ സൈസ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ മാക്സിമം സൈസിലേക്ക് എത്തി. എന്നിട്ട് അത് ബ്രീഡായിട്ടുണ്ട്. ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം എങ്ങനെയാണ് അവരുടെ ബ്രീഡിംഗ് എന്നൊക്കെ. സൈഡിൽ ഒരു ജെല്ലി പോലെയൊക്കെയാണ് ഇവർ മുട്ടയിട്ട് വെക്കുന്നത്. നിറച്ച് കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് ആ ചെടിച്ചട്ടിയിൽ. ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്യാം. ഇത്തരം ചെറിയ സ്നെയിലുകളെ കൊണ്ട് നമുക്ക് ചെറിയ ഉപകാരങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ അക്വേറിയങ്ങളിലൊക്കെ ആൽഗ വരികയാണെന്നുണ്ടെങ്കിൽ ആ ചെടികളെ സേവ് ചെയ്യാനായിട്ട് ഈ ചെറിയ സ്നെയിലുകളെ ഇറക്കി വിടാം. എന്നിട്ട് ചെടികൾ നമ്മൾ ചെറിയൊരു അക്വേറിയത്തിൽ സെറ്റ് ചെയ്തിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. അതായത് ഈ അസോളയുടെ അപ്ഡേറ്റ്, അതുപോലെ തന്നെ നമ്മുടെ സ്നേക്ക് ഹെഡുകളുടെ ആ ഒരു ഫീഡിങ്ങിൻ്റെ കാര്യം അവർ നമ്മൾ കാണാൻ പറ്റി എന്നുള്ളത്. പിന്നെ ഈ ഒരു സ്നെയിലുകളുടെ കാര്യമാണ് ഞാൻ പറയാനായിട്ട് വന്നത് മെയിനായിട്ടും ഈ ഒരു വീഡിയോയിൽ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫിഷ് കീപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് ബട്ടന് താഴെയായിട്ട് താങ്ക്സ് ബട്ടൺ നമ്മൾ ഇനേബിൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൻ്റെ സൈഡിൽ, അത് ലോങ് വീഡിയോയിലും ഷോർട്ട് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൻ്റെ സൈഡിലായിട്ടും ഈ ഒരു താങ്ക്സ് ബട്ടൺ കാണാൻ പറ്റും. നമ്മൾ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു താങ്ക്സ് ബട്ടൺ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.